പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതവംശം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധത്തോട് അനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തിവരുന്ന ഈ യജ്ഞത്തിന്റെ ഈ വർഷം ഭാഗവത നവാഹ യജ്ഞം, യജ്ഞത്തിന്റെ 6-ാം ദിവസത്തെ 2ാമത്തെ പ്രഭാഷണം നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്ദിരാദേവി അമയന്നൂര്, കോട്ടയം ആണ്. ദശമസ്കന്ധത്തില് 12ാമത്തെ അധ്യായം. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോട് കുഴലഥ പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൈതൊഴുന്നേൻ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ആചാര്യവാദങ്ങൾ നമസ്കാരം. ഭാഗവത സ്വരൂപികളായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു പ്രഭാഷണം എന്ന് ഉള്ള സാഹസത്തിലോട് ഞാൻ മുതിരാറില്ല. ഗുരുവായൂരപ്പൻ എന്താണോ മനസ്സിൽ തോന്നിക്കുന്നത് അത് പറയുക, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നാഗ്രഹിക്കുന്നു. തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന വിഷയം അഘാസുരവധം എന്നുള്ള ഭാഗവതത്തിലെ 12ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, എല്ലാവരും ധാരാളം കേട്ടിരിക്കുന്ന കഥയാണ്. എന്നിരുന്നാലും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ശ്രീകൃഷ്ണനും കൂട്ടുകാരും പശുക്കളുമായി കാട്ടിലേക്ക് മേയ്ക്കുന്നതിനായിട്ട് പുറപ്പെട്ടു. കൃഷ്ണനും കൂട്ടുകാർക്കും പശുക്കളെ മേയ്ക്കാൻ പോകാൻ തന്നെ ഭയങ്കര സന്തോഷമാണ്. എന്താന്ന് ചോദിച്ചാൽ ധാരാളം കളിക്കാനുള്ള സമയമുണ്ട്, ധാരാളം കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ധാരാളം പക്ഷിമൃഗാദികളുണ്ട്. അങ്ങനെ കാളിന്തി തീരമുണ്ട്, കാളിന്തിയിൽ ചാടി കുളിക്കാം. അങ്ങനെ അവർക്ക് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ പശുവിനെ മേയ്ക്കാൻ പോകുന്നത്. അങ്ങനെ അവര് ഗോപാലകന്മാരും എല്ലാവരുമായിട്ട് വനത്തിലേക്ക് പോയി. വനത്തിലെത്തി പശുക്കളെ പുല്ലുള്ള സ്ഥലങ്ങളിലോട്ട് മേയ്ക്കാൻ വിട്ടിട്ട് കുട്ടികളെല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള കളികൾ കളിക്കാൻ തുടങ്ങി. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടവിനോദങ്ങളാണല്ലോ. ചിലർക്ക് ഒളിച്ചേ കണ്ടേ കളിക്കുക, പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങൾ അനുകരിക്കുക, മൃഗങ്ങളുടെ ശബ്ദം അനുകരിക്കുക. വനമാവുമ്പം ധാരാളം പക്ഷിമൃഗങ്ങളുടെ ശബ്ദങ്ങൾ ഉണ്ടല്ലോ. മയിലുകളെ കൂവുന്നത് അനുകരിക്കുക, മയിലുകളുടെ നൃത്തം അനുകരിക്കുക. അങ്ങനെ പല പല കളികളിൽ അവർ മുഴുകി. അങ്ങനെ ഇരിക്കെ കുറച്ച് കുട്ടികൾ നോക്കിക്കഴിഞ്ഞപ്പം ഈ മരത്തിന്റെ കൊമ്പിലെല്ലാം ഈ കുരങ്ങന്മാരിയ്ക്കുന്നു. അവർ ഓടിച്ചെന്ന് കുരങ്ങിന്റെ വാലെ പിടിച്ചു തൂങ്ങുക, കുരങ്ങിന്റെ വാലെ പിടിച്ച് വലിക്കുക, അങ്ങനെ പല കളികളിൽ തുടങ്ങി. ഇപ്പൊ കുരങ്ങല്ലേ, കുരങ്ങൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപലതയുടെ ഒരു മൂർത്തിമത് ഭാവമാണല്ലോ. അപ്പൊ കുട്ടികൾ ചെന്ന് വാലെ പിടിച്ച് വലിക്കുമ്പോൾ അവര് തിരിഞ്ഞവരെ ഉപദ്രവിക്കാൻ വരികയും അപ്പൊ എല്ലാവരും കൂടി കൈകൊട്ടിച്ചിരിക്കുകയും അങ്ങനെ ഓരോ കളികള്. കൃഷ്ണനാണെങ്കിൽ വേണുവൊക്കെ ഊതി ഒരിടത്ത് ഇരുന്നു. കുറച്ച് കുട്ടികൾ വനത്തിൽ നിന്ന് പൂവും ഇലകളും ഒക്കെ പറിച്ച് മാലയൊക്കെ ഉണ്ടാക്കി ഭഗവാന്റെ കഴുത്തിൽ കൊണ്ടിട്ടു.
കുറച്ച് കുട്ടികൾ കുന്നിക്കുരു ഒക്കെ പിറകെ കാലിൽ കൊണ്ട് സമർപ്പിച്ചു. അങ്ങനെ കളികൾ ഇങ്ങനെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കുട്ടികൾ മാറി നിന്നിട്ട് ഈ പുൽമേട്ടിന്റെ അവിടെ പോയി കുത്തിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പുല്ലിനകത്ത് മുഴുവൻ ധാരാളം തവളകളുണ്ട്. അപ്പൊ ഈ തവളയുടെ അടുക്ക പോയിട്ട് ഈ തവള ചാടുന്ന പോലെ ചാടിയിട്ട് അവര് കാളിന്തിയിലോട്ട് പോയി ചാടി. തവള പോയി കാളിന്തി ചാടി, കുറെ കുട്ടികളും ചാടി. അപ്പം ഈ തവളച്ചാട്ടമൊക്കെ എനിക്ക് തോന്നുന്നു കൃഷ്ണന്റെ കാലത്ത് കണ്ടുപിടിച്ച പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ അനുകരണം, ഈ പക്ഷികളുടെയൊക്കെ ശബ്ദം അനുകരിക്കാന്ന് പറഞ്ഞാൽ അന്നേ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോഴത്തെ പുതുമയൊന്നും അല്ല. അങ്ങനെ നല്ല നല്ല കളികളും ദോഷമായിട്ടുള്ള കളികളും ആ കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. എന്നാ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾ മാറിപ്പോയിട്ട് ഈ പ്രാണികളെയൊക്കെ പിടിച്ചിട്ട്, തുമ്പി, ഈ പിന്നെ ഉറുമ്പ് അങ്ങനെയൊക്കെ ഉള്ളതിനെ പിടിച്ചിട്ട് അതേ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക, അതിന്റെ വാല് മുറിച്ച് കളയുക, ചിത്രശലഭത്തിനെ പിടിക്കുക, അതിന്റെ ചിറക് എടുത്ത് കളയുക. പക്ഷിക്ക് ഈ പറവകൾക്കൊക്കെ ചിറകില്ലാത്ത അവസ്ഥ അറിയാമല്ലോ. അപ്പം കൃഷ്ണൻ ഇത് ദൂരേന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അറിയാവുന്ന കൃഷ്ണന് ഇവർ കാണിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇവര് കൃഷ്ണൻ കാണുന്നില്ലെന്നോർത്താണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. ഭഗവാന് ദേഷ്യം വന്നു. എല്ലാം അറിയുന്ന ഭഗവാനോട് നമ്മൾ എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല, കൂടെ നടന്നവൻ കാണുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിശ്വരൂപനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട, ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഭഗവാൻ ഇത് കണ്ടു, ഭഗവാന് ദേഷ്യായി. ഭഗവാൻ ഇവരുടെ അടുത്ത് എന്നവരെ വേണ്ടുവോളം ശകാരിച്ചു. അവർക്കെന്ന് പറഞ്ഞ ഈ ഗോപാലകന്മാർക്ക് വലിയ അറിവുകളൊക്കെ കുറവല്ലേ. അപ്പം ഭഗവാൻ പറഞ്ഞു, പ്രാണിഹിംസ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഹിംസ നമുക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിച്ചു കൊടുത്തു. കൃഷ്ണൻ എന്തു പറഞ്ഞാലും കുട്ടികൾക്ക് ഒരു പിണക്കോ ഇല്ല. എന്നുവെച്ചാൽ കൃഷ്ണനാണ് അവർക്കെല്ലാം, എല്ലാ കളിയുടെയും സൂത്രധാരൻ കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണൻ എന്ത് പറഞ്ഞാലും അവർക്കൊരു പിണക്കോ ഇല്ല. അവർക്ക് കൃഷ്ണൻ ഒരു നല്ല സുഹൃത്ത് മാത്രമല്ല, നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കുക, ആപത്തുകളൊക്കെ വന്നു കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷിക്കുക. അങ്ങനെ കൃഷ്ണൻ അവർക്കെല്ലാമാണ്. അങ്ങനെ കൃഷ്ണനും അവരുടെ ഇങ്ങനെ കളിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കുട്ടികൾ പറഞ്ഞു, നമുക്ക് പിന്നെ ഈ കാളിന്തി ചാടി ഒന്ന് കുളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഓ ആവാ, എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കളിച്ചു മടുത്തു. അപ്പം കാളിന്തി ചാടി കുളിക്കാമെന്ന് പറഞ്ഞ് അവർ കാളിന്തിയിലോട്ട് ചാടുകയാണ്. ചാടി കുളിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് പശുവിനെ രാവിലെ കൊണ്ട് വിട്ടതാണ്. അതിനെ അന്വേഷിച്ചില്ല, എവിടാണെന്ന് പോലും അറിയില്ല. അപ്പം പശുവിനെ കുളിയെല്ലാം കഴിഞ്ഞ് പശുവിനെ അന്വേഷിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഈ കൃഷ്ണനും കൂട്ടുകാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്രജവാസികൾക്ക് ഇങ്ങനെ ഒരു കളിക്കൂട്ടുകാരനെ എങ്ങനെ കിട്ടിയെന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമാണ്. ഭാഗവതത്തില് പറയുന്നുണ്ട്, ഇത്തം സദാം ബ്രഹ്മസുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരദാരകേണ സാഗം വിജഹൃകൃത പുണ്യപുഞ്ച യത്പാദപാം സുർബഹുജന്മകൃശ്രതോ ധൃതാത്മഭിർയോഗിഭിരഭ്യലഭ്യ. ഇങ്ങനെയുള്ളൊരു ഈ പുണ്യത്തിടമ്പിനെ എങ്ങനെയാണ് ഈ ഗോപാലകന്മാർക്ക് കൂട്ടുകാരായിട്ട് കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. യോഗികളൊക്കെ അനേകായിരം വർഷങ്ങൾ തപസ് ചെയ്തിട്ടും ഈ പുണ്യത്തിടമ്പിനെ ഒന്ന് തൊടുവാനോ ഒന്ന് ദർശിക്കുവാനോ ഒന്നും സാധിച്ചിട്ടില്ല. അവരെ ഈ ഭഗവാൻ നടക്കുമ്പോൾ ഈ പാദങ്ങളിൽ നിന്ന് പൊടിയുന്ന തെറിക്കുന്ന ധൂളി കൊണ്ട് ശിരസിൽ ഏറ്റിട്ട് അവർ ആനന്ദം കൊള്ളുമായിരുന്നു. അത്രം പോലും ഭഗവാനെ അവർക്ക് ദർശിക്കാനോ സ്പർശിക്കാനോ പറ്റിയിട്ടില്ല. അപ്പൊ ഈ ഒരു ഇതും ഇല്ലാത്ത ഈ ഗോപാലകന്മാർക്ക് എങ്ങനെ, ഈ അമ്പാടിയിലെ ജനങ്ങൾക്ക് എങ്ങനെ ഈ പുണ്യത്തിനെ കിട്ടി എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവര് ഭഗവാനോട് നിഷ്കാമ ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാണ് അമ്പാടിയിലെ ജനങ്ങളും ഈ ഗോപാലകന്മാരും ഒക്കെ. അവർക്ക് ഒന്നും വേണ്ടിയിട്ടല്ല അവർ ഭഗവാനെ സേവിക്കുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവരുടെ എല്ലാമാണ് ഭഗവാൻ. അപ്പൊ പിന്നെ ഭഗവാൻ അവർക്ക് അവരുടെ കൂടെ ചെന്നില്ലല്ലേ സംശയമുള്ളൂ.
അങ്ങനെ അവര് പശുവിനെ നോക്കാനായിട്ട് പോയി. പശുവിനെ നോക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ കാളിന്തി തീരത്തൂടെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരം ഒരു ദുർഗന്ധം അവർക്ക് അനുഭവപ്പെടുകയാണ്. അപ്പൊ എന്താണ് ഈ ദുർഗന്ധം വരുന്നതെന്ന് അവരെല്ലാവരും അന്വേഷിച്ചു, കുട്ടികളൊക്കെ. അപ്പൊ അവർക്ക് മനസ്സിലായില്ല എന്താണെന്ന്. ഇങ്ങനെ ഒരു ഗന്ധം ഇതിനു മുമ്പ് ഇവിടെ അങ്ങും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഈ പിന്നെ ഗോപാലകന്മാരെ അവരെല്ലാം തെരഞ്ഞിട്ടും എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ കുറച്ച് കുട്ടികൾക്ക് അപ്പൊ തോന്നി, ഈ അസുരന്മാർ നമുക്കിട്ട് എന്നും പണി തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാ വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ ഉണ്ടായപ്പോ തൊട്ടേ കൃഷ്ണനെ ഉപദ്രവിക്കാൻ ഓരോരോ വേഷങ്ങൾ ഉണ്ട്. മാതൃഭാവത്തിൽ പൂതന വന്നു, അത് കഴിഞ്ഞ് ശകടാസുരം വന്നു, ബകാസുരം വന്നു, തൃണാവർത്തം വന്നു. അങ്ങനെ ഈ അസുരന്മാരുടെ ഒക്കെ ഒരു ഘോഷയാത്ര ഉണ്ടായല്ലോ ഭഗവാനും കൂട്ടുകാർക്കും നേരെ. അപ്പൊ അവർക്ക് സംശയമായി, ഇനി ചിലപ്പം ഈ അസുരന്മാര് വല്ലതും വേഷം മാറി വന്ന് ഇവിടെ വന്ന് എന്തെങ്കിലും പണി ഒപ്പിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു ഇതില് അവര് ഇങ്ങനെ പരിഭ്രമിച്ച് ചുറ്റും നോക്കുകയാണ്. എന്ത് ചെയ്യും, എന്നാ ചെയ്യുമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവര് നോക്കിക്കഴിഞ്ഞ് മഹാമേരുവിന്റെ അങ്ങേ അറ്റത്തായിട്ട് ഒരു വലിയൊരു ഗുഹ കാണുകയാണ് കുട്ടികളെ. അപ്പം എല്ലാവരും കൂടെ പറഞ്ഞു, നമുക്ക് ആ ഗുഹയ്ക്കകത്ത് കയറി ഒളിക്കാം. അപ്പം ഈ അസുരന്മാര് വന്ന് നമ്മളെ ഒന്നും ചെയ്യില്ലല്ലോ. അങ്ങനെ അവര് എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഗുഹയ്ക്കകത്ത് പോകാമെന്ന് പറഞ്ഞ പശുക്കളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും കൂടി ഈ ഗുഹയ്ക്കകത്തോട്ട് കയറിപ്പോയി. എല്ലാവരും കൂടെ ഗുഹയ്ക്കകത്ത് കയറി പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ഇത് കാണുന്നുണ്ട്. കൃഷ്ണനോട് ആരും പറയണ്ടല്ലോ ഒന്നും. കൃഷ്ണനല്ല ഇതിന്റെ എല്ലാം സൂത്രധാരൻ. എല്ലാം ഏറ്റവും ഇതിൻ്റെ അകത്തെ ഓരോ വേഷങ്ങൾ ആടിയാൽ മതിയല്ലോ മറ്റുള്ളവർക്ക്. അപ്പം ഭഗവാൻ ഇത് കണ്ടു. അപ്പൊ ഈ ആകാശത്തിരുന്ന് ഈ പാമ്പിന്റെ വായ്ക്കിലോട്ട് ഈ കുട്ടികളെല്ലാം കയറിപ്പോകുന്ന ബ്രഹ്മാവും ദേവന്മാരും ഒക്കെ കണ്ടു. അവർക്ക് പരിഭ്രമമായി, അയ്യോ എന്ത് ചെയ്യും. അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഭഗവാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കുട്ടികളെല്ലാം കയറി അന്നേരം ഈ അഖൻ പറയുന്ന അസുരൻ പെരുമ്പാമ്പിന്റെ വേഷം പൂണ്ട് അവിടെ കിടക്കുകയാണ്. അഖൻ എന്ന് പറയുന്ന നമ്മുടെ കംസന്റെ ഭൃത്യനാണ്. അവനാണെങ്കിൽ ഈ പൂതനെയും ബഗനെയും ഒക്കെ കൊന്നു കഴിഞ്ഞപ്പോൾ തൊട്ടേ അവൻ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, കൃഷ്ണനെ കൊല്ലണം, യദുവംശം നശിപ്പിക്കണം. ഇത് മാത്രമേ അവന് എപ്പോഴും പ്രാർത്ഥനയുള്ളൂ. ഏത് നേരവും അവന്റെ പ്രാർത്ഥന ഇതാണ്, കൃഷ്ണനെ കൊല്ലണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പം അതിനുള്ള വഴി അവനും നോക്കുന്നുണ്ട്. ഈ ദുഷ്ടന്മാരെ കൊല്ലാൻ ആണല്ലോ ഭഗവാന്റെ അവതാരം. അപ്പം ഭഗവാനും ഈ അഹാസുരനെ കൊല്ലാനായിട്ടുള്ള സന്ദർഭം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഈ വനത്തിൽ പശുവിനെ മേയ്ക്കാൻ പോകുന്നതും അഹൻ അവിടെ പാമ്പായിട്ട് വന്ന് കിടക്കുന്നതും ഒക്കെ. അപ്പൊ ഈ കുട്ടികളെല്ലാം കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭഗവാൻ എൻ്റെ ഭക്തന്മാരെ രക്ഷിക്കുക എന്നുള്ളതും കൂട്ടുകാരെ രക്ഷിക്കുക എന്നുള്ളതും ഭഗവാന്റെ ഏറ്റവും വലിയ ഇതാണല്ലോ. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു, കുട്ടികൾക്ക് ഈ ആപത്തിലേക്ക് കയറി പോകണമെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഭഗവാനും ഈ അഹന്റെ വായിലേക്ക് ഇന്ന് കയറി. അഹന് സന്തോഷമായി. എന്നു വെച്ച് കഴിഞ്ഞാൽ അഹൻ നോക്കിയിരുന്ന ആളാണ് വന്നത്. ഈ ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ അവൻ ഇത്രയും നാളും തപസ്സിരുന്നത്. അവൻ്റെ മനസ്സിലുണ്ട് എൻ്റെ പിന്നെ ബഗനെയും പൂതനെയും ഒക്കെ കൊന്നത് കൊണ്ട് ഈ കൃഷ്ണനെ കൊന്നിട്ട് അതുകൊണ്ട് ഇവരുടെ ഉദകക്രിയ ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് അവൻ ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ അതിനുള്ള സന്ദർഭത്തു. അപ്പൊ ഭഗവാൻ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ അപ്പൊ തന്നെ പെട്ടെന്ന് വന്നിട്ട് ഈ പാമ്പിന്റെ വായ്ക്കുള്ളിലേക്ക് കയറിപ്പോയി. ഭഗവാനും വായ്ക്കുള്ളിലായി കഴിഞ്ഞപ്പം അഖനും സന്തോഷമായി. നമ്മൾ നോക്കിയിരുന്ന ആള് വന്നല്ലോ. അപ്പം അഖൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായ അങ്ങടച്ചു. ഈ അഖന്റെ വായെന്ന് പറഞ്ഞാൽ ഭയങ്കര മെല്ലത്തെ മുകളിൽ എന്ന് ആകാശത്തിലും താഴത്തെ വായുടെ താഴത്തെ ഭാഗം ഭൂമിയോടും തൊട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ കുട്ടികൾക്ക് മനസ്സിലായില്ല ഇത് പാമ്പാണെന്നുള്ളത്. കുട്ടികൾക്ക് മനസ്സിലായില്ല. ഭഗവാൻ അറിയാമല്ലോ, ഭഗവാൻ അറിയാതെ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോഴും ഭഗവാനൂടെ കയറി കഴിഞ്ഞപ്പോഴത്തേനും അഹൻ എന്ത് ചെയ്തു, വാവ് കൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവരെല്ലാം പാമ്പിന്റെ ഉദരത്തിലാണ്. വാമനാവതാരത്തിൽ ഭഗവാന്റെ കൃഷ്ണന്റെ ദേഹം വലുതാക്കിയ പോലെ ഭഗവാനുണ്ടോ ഈ പാമ്പിന്റെ ഉള്ളിൽ നിന്ന് വെളിയിലിറങ്ങാൻ വല്ല വിഷമമുണ്ടോ? ഭഗവാൻ അങ്ങോട്ട് ശരീരം വലുതാക്കാൻ തുടങ്ങി. അപ്പം പാമ്പിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ശരീരം വലുതായി കഴിഞ്ഞ് പാമ്പ് കിടന്ന് പെടയാൻ തുടങ്ങി. പാമ്പ് കിടന്ന് പെടഞ്ഞ് ഒരു രക്ഷയില്ല. ശ്വാസം മുട്ടി പാമ്പ് ഇപ്പം മരിക്കുമെന്നുള്ള അവസ്ഥയായി കഴിഞ്ഞപ്പോഴത്തേനും ഭഗവാൻ പിന്നെയും വലുതായിക്കൊണ്ടിരിക്കുക. അങ്ങനെ വലുതായി കഴിഞ്ഞപ്പോഴത്തേനും പാമ്പിന്റെ ശിരസ്
പിളർന്ന് ഈ പാമ്പിന്റെ പ്രാണൻ പോവുകയാണ്. ഈ പാമ്പിന്റെ പ്രാണൻ പോയി ഈ പിന്നെ മുറിവിൽ കൂടെ വായിൽ കൂടെ എല്ലാവരും വെളിയിലിറങ്ങി. എല്ലാവരും വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഈ പാമ്പിന്റെ ഉള്ളിൽ നിറയെ വിഷമല്ലേ. അപ്പൊ എല്ലാവരും ഉള്ളിൽ നിന്ന് വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കുറച്ചൊക്കെ കുഴപ്പങ്ങളൊക്കെ പറ്റി. എന്താന്ന് ചോദിച്ചാൽ പിന്നെ പൊള്ളലും ഒക്കെ ആയിട്ട് കുറെ ഇതൊക്കെ ഉണ്ടായി. അപ്പം ഈ കരുണയുള്ള ഭഗവാന്റെ ആ തൃക്കണ്ണുകൊണ്ട് ഒരു നോട്ടം കിട്ടിയാൽ പിന്നെ ഏത് രോഗവും നമുക്ക് മാറും. അപ്പൊ ആ കാരുണ്യാകുല നേത്രനായ ഭഗവാൻ ആ തൃക്കണ്ണുകൊണ്ട് ഈ ഗോപാലകന്മാരെയും പശുക്കളെയൊക്കെ ഒന്നും കടാക്ഷിച്ചപ്പോ തന്നെ അവരുടെ ഇതൊക്കെ മാറി, പൊള്ളലൊക്കെ മാറി, സുഖമായി അവര് നിന്നു. അപ്പൊ ഈ പ്രാണൻ പോയ സമയത്ത് ഈ പാമ്പിന്റെ പ്രാണൻ മേലിലോട്ട് ചെന്നൊരു ജ്യോതിർഗോളമായിട്ട് ഈ ഭഗവാനിൽ ലയിക്കുകയാണ്, ഈ കൃഷ്ണനിൽ ലയിക്കുകയാണത്. അപ്പൊ എല്ലാവർക്കും അത്ഭുതമായി. ഇത്രയും ദുഷ്ടനായിട്ടുള്ള ഈ അഖന്റെ ഈ മോക്ഷം കൊടുക്കുകയല്ലേ, ഈ പിന്നെ ആത്മാവ് ചെന്ന് ഭഗവാൻ ലയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മോക്ഷം കൊടുത്തതിന് തുല്യല്ലേ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഭഗവാൻ അന്നേരം എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് പിന്നെ ബ്രജത്തിലോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഭഗവാനെ ഏത് രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമ്മോടൊത്ത് വരും. ശത്രുഭാവത്തിലോ മിത്രഭാവത്തിലോ ദാസീഭാവത്തിലോ ഏത് ഭാവത്തിലാണെന്ന് പറഞ്ഞാലും ഭഗവാനെ, അഖൻ ശത്രുഭാവത്തിലാണ് ഭഗവാനെ സ്മരിച്ചത്. പിന്നെ അഖനൊരു ഭാഗ്യം കൂടി ഉണ്ടായി. ഈ ഭഗവാനെ ഉള്ളിൽ പ്രാർത്ഥിച്ചാലും ഭഗവാൻ മോക്ഷം തരും എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഈ ശത്രുഭാവത്തിലും മിത്രഭാവത്തിലും ഭക്തിയോടുകൂടി ഒക്കെ ഭഗവാനെ ഭജിച്ച് മോക്ഷം പ്രാപിച്ച ഒത്തിരി പേരുണ്ട്. നമുക്കറിയാം, പ്രഹ്ലാദൻ ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിച്ചു. അപ്പം ഭഗവാൻ ശ്രീഹരിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. സാക്ഷാൽ ലക്ഷ്മി ദേവി പോലും ആ ശ്രീഹരി രൂപത്തെ കണ്ട് ഭയപ്പെട്ടു എന്നാ പറയണേ. അപ്പം ഈ ഭഗവാൻ ഈ പ്രഹ്ലാദവാലിന് ഒരു പേടിയും തോന്നിയില്ല ഭഗവാന്റെ അടുത്ത് ചെല്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഭക്തിയാണ് ഭഗവാനെടുത്ത് ഭഗവാനോട് അത്ര ഭക്തിയാണ് പ്രഹ്ലാദന്. ഭഗവാനെടുത്ത് ആ ബാലനെ മടിയിൽ വെച്ച് താലോലിച്ചില്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം, പൂതന കണ്ണനെ കൊല്ലാനായിട്ട് മാതൃഭാവത്തിലാക്കുന്നത്. മാതൃഭാവത്തിൽ ചെന്ന് കണ്ണനെ താലോലിച്ചുകൊണ്ട് കണ്ണനെ കൊല്ലാനായിട്ട് ചെന്നാണ്. അപ്പം ആ മാതൃഭാവത്തിൽ ചെന്നത് കൊണ്ട് തന്നെ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. എല്ലാവരെയും കംസവധം, തൃണാവർത്തവധം എല്ലാവരെയും വധാണ് പറയുന്നത്. പക്ഷെ പൂതന മോക്ഷം എന്നാ പറയുന്നത്. ആ മാതൃഭാവത്തിന് അത്രയും വില ഭഗവാൻ കൽപ്പിക്കുന്നുണ്ട്. പിന്നെ കുന്തിദേവി പറയുന്നില്ലേ, എനിക്ക് ദുഃഖങ്ങൾ തരൂ എന്ന്. ആരേലും അങ്ങനെ പ്രാർത്ഥിക്കുക, എല്ലാവരും സുഖത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പക്ഷെ കുന്തിയമ്മ പറയുന്നത് എന്നാ വെച്ചാൽ എനിക്ക് ദുഃഖം തരുന്ന. ഓരോ ദുഃഖം വരുമ്പോഴും ആരോടി വരും? ഭഗവാൻ ഓടി വരും അടുക്കലെ. അപ്പം ഭഗവാനെ കാണുന്ന എന്ത് വേണം? ദുഃഖം വേണം. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഏത് രൂപത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാലും മതി. ഗജേന്ദ്രൻ ആരും സഹായത്തിനില്ല, ഒരുത്തരും ഇല്ലെന്ന് അവസാന നിമിഷം മനസ്സിലായപ്പോഴത്തേനും വിളിച്ചില്ലേ, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് വിളിച്ചില്ലേ. ഭഗവാൻ ഓടിയെത്തിയില്ലേ ഗരുഡാരൂഢനായിട്ട്. അതും ഭഗവാൻ ആദ്യമേ ഗജേന്ദ്രനല്ല മോക്ഷം കൊടുക്കുന്നത്, ഗജേന്ദ്രന്റെ പാദം പിടിച്ച മുതലയ്ക്കാ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഭഗവാന്റെ ഭക്തനാ കൊടുത്തത്. അപ്പൊ അത്രയ്ക്ക് കാരുണ്യമുള്ള ഭഗവാനാണ് നമുക്ക്. അപ്പൊ നമ്മൾ എന്താ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തിയോടെ ഭഗവാനെ സ്മരിക്കുക. അതിന് നമുക്ക് ഒരു ചെലവുമില്ല. നമുക്ക് എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. അതിന് സമയമോ കാലമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏത് സമയവും ഭഗവാനെ ശ്രീഹരിയെ ഭജിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും കാര്യം നമ്മൾ പിന്നെയും ഉണ്ട്. നമുക്കിതിങ്ങനെ കൂടുതൽ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, പാഞ്ചാലി മാതാവ് കൗരവസഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തു. അപ്പം പ്രബലന്മാരായ 5 ഭർത്താക്കന്മാർ അടുക്കൽ ഇരിപ്പുണ്ട്. ആ 5 ഭർത്താക്കന്മാരും
ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ ഭീഷ്മര്, ദ്രോണര്, അങ്ങനെ പ്രഗത്ഭന്മാരെല്ലാരും ഉണ്ട്. അപ്പോഴും വിളിച്ചു, ദ്വാരകാവാസാന്ന് വിളിച്ചു, ഭഗവാനെ വിളിച്ചു. ഭഗവാൻ വസ്ത്രത്തിന്റെ രൂപത്തിൽ ഭഗവാൻ പാഞ്ചാലി മാതാവിന്റെ അടുത്ത് ചെന്നു. അതുപോലെ ധാരാളം അംബരീഷൻ, അജാമിളൻ, അങ്ങനെ ധാരാളം കഥകളുണ്ട് ഭഗവാനെ ഭക്തിയോടെ സ്മരിച്ചിട്ട് മോക്ഷം കിട്ടിയവര്. അപ്പം നമുക്കും എന്താ വേണ്ടേ? നമുക്കും ഭക്തിയോടെ ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഈ നമ്മള് ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജനിച്ചു, നമ്മൾ അവിടുന്ന് ഭൂമിയിൽ പിറന്നു, നമ്മൾ അവിടുന്ന് നമുക്ക് ഇത്രയും നാൾ നമ്മളെ സംരക്ഷിച്ച ഭഗവാനോട് നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ ഭഗവാൻ നമുക്ക് തന്നത്? ഒന്നുമല്ല. ഭഗവാൻ നമുക്ക് വേണ്ടതൊക്കെ തരും. ഭഗവാൻ എന്താ വേണ്ടേ? ഭക്തി മാത്രം മതി. നിഷ്കാമ ഭക്തി, അതാണ് ഭഗവാന് വേണ്ടത്. എന്തും ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഭക്തിയോടുകൂടി സമർപ്പിക്കുക എന്നാണ് പറയുന്നത്. ഭക്തി ഇല്ലാതെ എന്തു കൊടുത്തിട്ടും കാര്യമില്ല. അപ്പം ഭഗവാനെ നമുക്ക് ഭക്തിയോടുകൂടി ഭജിക്കാൻ സാധിക്കട്ടെ. നമുക്കും ഭഗവാനോട് ഒരൊറ്റ പ്രാർത്ഥന മാത്രം മതി. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയോഴിച്ചൊന്നും വേണ്ടേ വേണ്ട. നമുക്കും അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും വരാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഓരോ വാക്കും ഞാൻ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരു പൂജാമലരായി ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രഭാഷണം നമ്മൾ കേട്ടു. കണ്ണന്റെ കഥകൾ പറയുമ്പം, പ്രത്യേകിച്ച് അമ്മമാര് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം അല്ലേ, അതിനൊരു ചാതുര്യം. കൂടാതെ ആ കണ്ണന് അമ്മമാരോട് അല്ലെങ്കിൽ ഗോപികമാരോട് ഇങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ ഒരേ രീതിയിലുള്ള ഒരു സമീപനം കാണിച്ചെന്ന വലിയൊരു പോയിന്റാണ് ശരിക്കും. അത് വളരെയധികം ഈ ഒരു പ്രഭാഷണത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും കിട്ടിയൊരു ഇതാണത്. ഏത് രീതിയിൽ ഏന പ്രകാരേണ മനകൃഷ്ണനിവേശി അല്ലെ, അമ്മയായിട്ട് വന്ന പൂതനയ്ക്ക് കൊടുത്തു. അസുരന്മാരെ ഒക്കെ എന്താണ് ഭഗവാൻ അവിടെ നല്ലതായിട്ട് സ്വീകരിച്ചു. ഇത് തന്നെയാ നമുക്ക് കാണിച്ചിരുന്നത് അല്ലേ. നമ്മൾ കാണുന്നത് നല്ലതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ, എല്ലാവരെയും നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കും. എന്തായാലും വളരെ ഹൃദ്യമായിട്ടുള്ളൊരു പ്രഭാഷണം നമുക്ക് ഈ ഇപ്പം ഇന്ദ്രേച്ചി, പിന്നെ ആ ഒരു പ്രൊഫഷണലിസം തീർച്ചയായിട്ടും അതിൽ വന്നിട്ടുണ്ട്. കാരണം കുറച്ചു കാലമായി ഭാഗവതമായിട്ട് ഒരു സാമ്യം. ആദ്യം കിളിപ്പാട്ടായിരുന്നു, ഇപ്പം മൂലവും വായിച്ചു തുടങ്ങി. അപ്പൊ ആ ഒരു ബന്ധം ശരിക്കും നമുക്ക് പ്രഭാഷണത്തിലെ കോൺഫിഡൻസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വളരെയധികം സന്തോഷം. ഇനിയും ധാരാളം സത്സംഗങ്ങൾ കിട്ടട്ടെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള എല്ലാ വിധത്തിലുള്ള ആരോഗ്യവും ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് നമുക്ക് ഈ ഭാഗവത കുടുംബത്തിലുള്ള എല്ലാവർക്കും കൂടി ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.